രാത്രി എന്റെ മാന്യ കേൾവിക്കാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, യേശു കർത്താവ് താൻ ഉയർത്തെഴുന്നേറ്റ് ഒരു ഒളിച്ചോട്ടത്തിന് പോയതല്ല, താൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശു കർത്താവ് പോയതുപോലെ താൻ മടങ്ങി വരുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളുമെന്ന വലിയ വാഗ്ദത്തം യേശു കർത്താവ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പറയാനായിട്ടുള്ളത്, യേശു കർത്താവ് അത് ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ താൻ പോയത് ഒളിച്ചോട്ടത്തിനല്ല, താൻ പോയ ശേഷം തന്റെ കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ടിടയായി തീർന്നു. ഈ ഭൂമിയിലേക്ക് അയച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ് ഈ പുസ്തകത്തിലുടനീളം കാണുന്നത്. സുവിശേഷങ്ങളിൽ യേശു കർത്താവ് അക്ഷരാർത്ഥത്തിൽ ശരീരത്തിൽ ഈ ഭൂമിയിൽ നടന്ന് പ്രവർത്തിച്ച പ്രവർത്തനമാണെങ്കിൽ, സ്വർഗത്തിലേക്ക് കയറിപ്പോയി യേശു ക്രിസ്തു തന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട 28 അധ്യായങ്ങളുള്ള ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം